നമസ്കാരം. സിവിൽ എക്സൈസ് ഓഫീസർ PSC എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ കോഡും അതുപോലെ തന്നെ എക്സാം ഡേറ്റും ഇവിടെ ഉണ്ട്. 2019-27 നടന്ന എക്സാമാണ്. കാറ്റഗറി നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 19ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇംഗ്ലീഷാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തുടർ വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ ഇടുന്നതാണ്. ഇവിടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, മാത്സിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഏതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ 81 to 100 ക്വസ്റ്റ്യൻ ആണ് ഇത്. കോഡ് ബുക്ക്ലെറ്റിൽ, അതായത് ക്വസ്റ്റ്യൻ നമ്പർ കോഡ് എയിൽ വന്നിട്ടുള്ള 81 to 100 ക്വസ്റ്റ്യൻസ് മാത്സ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതൊന്നും നമ്മൾ ബോധപ്പെടേണ്ട ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്കറിയാം ഫൈൻഡ് എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. 10 + 2 × 5 - 6 ÷ 2. അതിൻ്റെ ആൻസർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത് 28 ഉണ്ട്, ബി 17 ഉണ്ട്, 7 ഉണ്ട്, അതുപോലെ തന്നെ 12 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇത് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവണം, അല്ലെങ്കിൽ അറിയണം. നമ്മൾ ചെറുപ്പം മുതൽ പഠിച്ചിട്ടുണ്ട്, ബോർഡ് മാസ് റൂൾ ഉണ്ട്. അപ്പോൾ ആദ്യം എന്താണ്, പ്രയോറിറ്റി അനുസരിച്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. പിന്നെന്താ, അവിടെ ഓരോ ഓപ്പറേഷൻസ് ആദ്യം ചെയ്യേണ്ടത് ഏതാ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനൊക്കെ ഉണ്ടെങ്കിൽ ഡിവിഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷൻ, അതിനുശേഷം അഡീഷൻ സബ്ട്രാക്ഷൻ നമുക്ക് ചെയ്യാം. സബ്ട്രാക്ഷൻ അഡീഷനൊക്കെ ഒരേപോലെ ചെയ്യാം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ബ്രാക്കറ്റ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ പ്രയോറിറ്റി കൊടുക്കുന്നത് ഡിവിഷനാണ്. അപ്പോൾ നമുക്കിത് ഒന്ന് എഴുതിയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്തുന്നുണ്ടോ എന്ന് നോക്കാം. ഓപ്ഷനിൽ വരുന്ന ആൻസറിലേക്ക് എത്തുന്നുണ്ടോ നോക്കാം. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 10 ഉണ്ട് അല്ലേ. ഓക്കെ, 10 + 11 ചെയ്യാൻ പറ്റില്ല. 2 × 5 - ആദ്യം നമുക്ക് ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, 6 ÷ 2. അതാണല്ലേ ഡിവിഷൻ, പ്രയോറിറ്റി. അതെ, 6 ÷ 2 എത്രയാണ്? 6 ആയിരിക്കണം 2, അല്ലെങ്കിൽ 6ൻ്റെ പകുതി എന്ന് പറയുന്നത് 3 ആണ് എന്ന് നമുക്കറിയാം. ഓക്കെ, വീണ്ടും നമ്മൾ നോക്കാം. 10 + അടുത്ത ഇമ്പോർട്ടൻ്റ് ആരാ? 2 × 5, അല്ലെങ്കിൽ പ്രയോറിറ്റി ഓർഡറിൽ മൾട്ടിപ്ലിക്കേഷൻ ആണ് അടുത്ത് ചെയ്യേണ്ടത്. 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, കിട്ടി. -3. ഓക്കെ, അടുത്തത് 10 + 10 എന്ന് പറയുന്നത് എത്ര? 20 ആണ്. നമുക്ക് കിട്ടും 20 - 3 എന്ന് കിട്ടും. 20 - 3 എന്ന് കിട്ടും. നമുക്ക് ആൻസർ എന്ത് കിട്ടും? 20 - 3 നമുക്കറിയാം 17 ആണ്. 17 ആണ് നമുക്ക് ആൻസർ എന്നുള്ളത് കിട്ടും. അപ്പോൾ ആൻസർ എത്രയാണ് വരുന്നത്? 17. നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കുന്ന സമയത്ത് ഓപ്ഷനിൽ 17 എന്ന് പറഞ്ഞ ആൻസർ ഓപ്ഷൻ ബി ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, സിമ്പിളാണ്, പ്രത്യേകിച്ച് നമുക്ക് നോക്കാനൊന്നുമില്ല. ഈ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മളടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. നമുക്ക് കാണാൻ പറ്റും, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇക്വാലൻറ്റ് ടു, താഴെ കൊടുത്തിരിക്കുന്നതിൽ 0.03 അല്ലെങ്കിൽ 0.03 ഈക്വൽ ആയിട്ടുള്ളത് എന്താണ്? നമുക്കറിയില്ലേ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അതായത് താഴെ എത്ര 0 വന്നാലാണ് നമ്മൾ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. 3/10, 3 ഹരിക്കണം 10. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? 0, അതായത് 10ൽ എത്ര 0 ഉണ്ടെന്ന് നോക്കിയാൽ മതി. ഒരു 0 ഉള്ളത്, അതായത് പോയിൻറ്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് ഇങ്ങനെ എഴുതിയാൽ മതി. പോയിൻറ്റ് കഴിഞ്ഞിട്ട് 0.3 എന്ന് എഴുതിയത്, അതായത് 3 ÷ 0 എന്ന് പറയുന്നത് എത്ര? 0.3 ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലേ. ഓക്കെ, അപ്പോൾ അടുത്ത് നോക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ 3 / 100 ആണെങ്കിൽ അതെന്തായിരിക്കും വരിക? 3 / 100 ആണെങ്കിൽ ഒന്നുമില്ല, പോയിൻറ്റ് കഴിഞ്ഞിട്ടേ ഒരു 0 ഉണ്ടാവും, ഒരു 3 ഉണ്ടാവും. ഇനി 3 / 1000 ആണെങ്കിലോ, പോയിൻറ്റ് കഴിഞ്ഞിട്ട് 0, 0, 3 എന്നിട്ടാൽ മതി. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ എന്താ? പല ആൻസറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതാ ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞു, ഇതും നമ്മൾ പറഞ്ഞു അല്ലേ, ഇതും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് തിരിച്ചായി, ഇത് ഉൾട്ടയാണ്, നേരെ തിരിച്ചായി വരിക. 100 / 3 എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 100നെ 3 ആക്കി തിരിച്ച് കഴിഞ്ഞാൽ നമുക്ക് 33 പോയിൻറ്റ് സംതിങ് ആണ് നമുക്ക് വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ ആൻസർ എത്ര വരുന്നത്? സിമ്പിളാണ്, അത്ര ആലോചിക്കാനൊന്നുമില്ല. ആൻസർ നമുക്കറിയുന്നത് തന്നെയാണ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, ഈ ഒരു ആൻസറാണ് വരിക അല്ലേ. 0.03 വരുന്ന ഏതാണ്? ഇതാണ്. അപ്പോൾ എത്ര ആൻസർ വരുന്നത്, അല്ലെങ്കിൽ ഏത് ഓപ്ഷനാണ് നമുക്ക് വരുന്നത്? 3 / 100 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് വരുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ,
ഇവിടെ നമ്മളെടുത്ത് ചോദിച്ചത് എന്താ, ഈ 4:5 എന്ന് പറയുന്നത് ഈക്വലാണ് എന്ത്, x:20 ആണ്. അപ്പോൾ ദ വാല്യൂ ഓഫ് എക്സ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, എന്താണ് വാല്യൂ ഓഫ് എക്സ്, എക്സിൻ്റെ വാല്യൂ എന്താണ്, സിമ്പിൾ അല്ലേ. ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും എക്സിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക. അതായത് ഈ പറയുന്ന 4:5 എന്ന് പറയുന്നത് എന്തിന് തുല്യമാണ്, x:20 തുല്യമാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഇയാളും അതായത് ഈ കണ്ട 5നെ എന്തോ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോഴാണ് 20 കിട്ടിയത്. അതുപോലെ തന്നെ ഈ കണ്ട 4നെ എന്തോ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്താലല്ലേ എക്സ് കിട്ടുക. അങ്ങനെയാണ് നോക്കുക, 5 ഇൻറ്റു എന്ത് ചെയ്താലാണ് നമുക്ക് 20 കിട്ടുക, 5 ഇൻറ്റു എന്ത് ചെയ്താലാണ് 20 കിട്ടുക, എന്ത് ചെയ്താലാണ് കിട്ടുക എന്നാലോചിച്ച് നോക്ക്. അതായത് 5 ഇൻറ്റു 4 ചെയ്താലാണ് 20 കിട്ടുക, 5 ഇൻറ്റു 4 ചെയ്താലാണ് 20 കിട്ടുക അല്ലേ. 5 ഇൻറ്റു 4 5 4 20 നമുക്കറിയാം, 5 4 20. അപ്പോൾ അതേ 4 കൊണ്ട് ഈ 4നെ ഇൻറ്റു ചെയ്താൽ മതി. ക്ലിയർ ആണോ? അതേ 4നെ കൊണ്ട് ഈ 4നെ ഇൻറ്റു ചെയ്താൽ മതി. അപ്പോൾ എങ്ങനെ വരിക, നമുക്കിവിടെ എഴുതാം. ഓക്കെ, അതേ 4നെ കൊണ്ട് 4 ഇൻറ്റു 4 എത്രയാണ്, 16 ആണ്. 16 എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കുണ്ടോ, ഓപ്ഷനിൽ 16 കാണുന്നുണ്ടോ? ഓക്കെ, നമുക്കിവിടെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 16 ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 16 ആണ്. അതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ നോക്കണേ, കുറച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യനാണ്. ഇതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, ഫൈൻഡ് ദ മാർക്ക് ഓഫ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ആവറേജ് മാർക്ക് സ്കോർഡ് ബൈ 13 സ്റ്റുഡൻസ് ഇൻ എ ക്ലാസ്. ഒരു ക്ലാസ്സിലെ 30 സ്റ്റുഡൻറ്റ് സ്കോർ ചെയ്ത ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. ഒരു ക്ലാസ്സിലെ 30 സ്റ്റുഡൻസ് സ്കോർ ചെയ്ത ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. വെൻ എ ന്യൂ സ്റ്റുഡൻറ്റ് ഈസ് ആഡഡ് ടു ദ ക്ലാസ്സിലേക്ക് പുതിയൊരു കുട്ടി കൂടി ആഡ് ചെയ്തപ്പോൾ ദ ആവറേജ് മാർക്ക് ബിക്കം 41. ആവറേജ് മാർക്ക് എത്രയായി, 41 ആയി. മനസ്സിലായോ? ദ മാർക്ക് ഓഫ് ദ ന്യൂ സ്റ്റുഡൻറ്റ്, വന്ന പുതിയ കുട്ടിയുടെ മാർക്ക് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. വന്നിട്ടുള്ള പുതിയ കുട്ടിയുടെ മാർക്ക് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പറഞ്ഞെടുക്കുന്ന ഡാറ്റാസ് ഒന്ന് എടുത്തെഴുതാം. ഇതൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. ഡാറ്റാസ് എടുത്തെഴുതുക. എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് നോക്കാം. ഓക്കെ, ആവറേജ് മാർക്ക് സ്കോർഡ് ബൈ 30 സ്റ്റുഡൻറ്റ് സ്കോർ ചെയ്ത ആവറേജ് മാർക്ക് 40 ആണ്. 30 സ്റ്റുഡൻറ്റ് സ്കോർ ചെയ്ത ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. വെൻ എ ന്യൂ സ്റ്റുഡൻറ്റ്, ഇവിടെ വെൻ എ ന്യൂ സ്റ്റുഡൻറ്റ് ഈസ് ആഡഡ് ടു ദ ക്ലാസ്, ഒരു പുതിയ കുട്ടി കൂടി ആഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ 30 ഉള്ള കുട്ടി ഒരു കുട്ടിയും കൂടി ആഡ് ചെയ്യുമ്പോൾ 31 ആയില്ലേ? സംശയമുണ്ടോ? 31 ആയില്ലേ? ഓക്കെ, അങ്ങനെ ഒരു കുട്ടി കൂടി ആഡ് ചെയ്തപ്പോൾ ആവറേജ് മാർക്ക് എത്രയായി? 41 ആയി. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 41 ആണ്. അപ്പോൾ ഇത് സ്റ്റുഡൻറ്റിൻ്റെ ഈ സൈഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ്. ആദ്യം 30 കുട്ടി ഉണ്ടായിരുന്നു, അപ്പോൾ 40 ആണ് ആവറേജ് മാർക്ക്. പിന്നെ 31 കുട്ടിയായപ്പോൾ 41. എന്താ രസം അല്ലേ, സിമ്പിളാണല്ലേ. അങ്ങനെയാണെങ്കിൽ പുതിയ വന്ന കുട്ടിയുടെ മാർക്ക് എത്രയാണ് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, ഒന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ ആവറേജ് മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻറ്റും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ മാർക്ക് കിട്ടാൻ എന്താ ചെയ്യുക? നമുക്കറിയാം, ആവറേജ് മാർക്കും നമ്പർ ഓഫ് സ്റ്റുഡൻറ്റും തന്നു കഴിഞ്ഞാൽ അതൊന്ന് ഇൻറ്റു ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് ഇൻറ്റു ചെയ്താൽ മതി. ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ടോട്ടൽ മാർക്ക് കിട്ടും. അപ്പോൾ 4 3 12 ആണെന്നറിയാം. 2 0 ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടുക? ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയാൽ 31 ഇൻറ്റു 41. 31 ഇൻറ്റു 41 നമുക്ക് 1271 എന്ന് കിട്ടും. 1271 എന്ന് കിട്ടും. കുഴപ്പമുണ്ടോ? ഇല്ല. അതായത് 30 ഇൻറ്റു 40, ആദ്യം 30 കുട്ടികളുണ്ടായപ്പോൾ 40 ആയിരുന്നു അവരുടെ മാർക്ക്. അപ്പോൾ ടോട്ടൽ മാർക്ക് 1200 ആണ്. ഓക്കെ, 31ാമത്തെ ഒരു കുട്ടി വന്നപ്പോൾ 41 ആ കുട്ടിയുടെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് അപ്പോൾ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 1271. അതായത് 1200 മൊത്തം മാർക്ക് ഉണ്ടായിരുന്നതിൽ പുതിയൊരു കുട്ടി വന്നപ്പോൾ 1271 ആയി. അപ്പോൾ അവിടെ എത്രയുടെ വർധനവുണ്ടായത്, അല്ലെങ്കിൽ എത്ര മാർക്കാണ് കൂടിയത്? 71 മാർക്കാണ്. 71 മാർക്കാണ്. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് നമുക്ക് വരുന്നത്. ക്ലിയർ ആണോ?
ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, പേഴ്സൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണ് നമുക്കിവിടെ ഉള്ളത്. ഇഫ് 20% ഓഫ് എ നമ്പർ, ഒരു നമ്പറിൻ്റെ 20% എന്ന് പറയുന്നത്, ഒരു നമ്പറിൻ്റെ 20% എന്ന് പറയുന്നത് 80 ആണ്. ഒരു നമ്പറിൻ്റെ 20% എന്ന് പറയുന്നത് 80 ആണ്. ഫൈൻഡ് 30% ഓഫ് നമ്പർ, ആ നമ്പറിൻ്റെ 30% കണ്ടുപിടിക്കാം. ഒരു നമ്പറിൻ്റെ 20% എന്ന് പറയുന്നത് 80 ആണ്. ഒരു നമ്പറിൻ്റെ 20% എന്ന് പറഞ്ഞാൽ 80 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ തന്നെ ഫൈൻഡ് ദി 30% ഓഫ് നമ്പർ, ആ നമ്പറിൻ്റെ 30% കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നോക്കാം. അതായത് നമുക്ക് ആ നമ്പറിനെ, ഈ പറഞ്ഞ ഒരു നമ്പർ എന്ന് പറഞ്ഞില്ലേ, ആ നമ്പറിനെ നമുക്ക് എക്സ് എന്ന് എടുക്കാം. ഈ എക്സ് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ 20%, എക്സ് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ 20% എന്ന് പറയുന്നത് 80 ആണ്. എക്സ് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ, ഓക്കെ ഇവിടെ 2 എന്നാണല്ലേ ഇത്, ഓക്കെ 20% എന്ന് പറയുന്നത് 80 ആണ്. അങ്ങനെയാണ് ചോദിച്ചത് ഈ എക്സ് എന്ന് പറഞ്ഞ നമ്പറിൻ്റെ 30% എന്താണെന്നാ? കത്തിയോ? ഒന്നാലോചിച്ച് നോക്ക്. 20% നമ്മുടെ കയ്യിലുണ്ട്, 20% നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിൻ്റെ 10% കണ്ടെടുത്തിക്കൂടെ? അതായത് ഒരു നമ്പറിൻ്റെ 20% 18 ആണ് തന്നിട്ടുണ്ട്. 20% എന്ന് പറയുന്നത് 20% എന്ന് പറയുന്നത് 80 ആണ്. അങ്ങനെയാണെങ്കിൽ 10% എന്ന് പറയുന്നത് 20ൻ്റെ പകുതി 10% ആയതുകൊണ്ട് 18ൻ്റെ പകുതി 40 ആയിരിക്കില്ലേ 10%? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? 18ൻ്റെ പകുതി 40 ആയിരിക്കും നമുക്ക് 10% എന്ന് പറയുന്നത്. അപ്പോൾ 30% എന്ന് പറഞ്ഞാൽ എത്രയാടാ? 30% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ 3 മടങ്ങല്ലേ? ഇതിൻ്റെ 3 മടങ്ങല്ലേ? നമുക്ക് ഈ സൈഡിൽ എഴുതാം, ഈ സൈഡിൽ എഴുതാം. അപ്പോൾ 10% പറഞ്ഞാൽ 40 ആണ്. 30% എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, 40 × 3 എന്ന് ചെയ്താൽ മതി. 3 മടങ്ങ്, 4 3 12. 120 എന്ന് പറഞ്ഞിട്ടുള്ളതൊന്നും നമ്മുടെ ഓപ്ഷനിലുണ്ടോ നോക്ക്. 120 എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഓപ്ഷനിൽ കാണാം. ഓപ്ഷൻ സി ആണ് ആൻസർ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അടുത്ത് പ്രോഫിറ്റും ലോസും കണ്ടുപിടിക്കാനുള്ളതാണ്. ഇതൊന്നും ഇത്ര വലിയതൊന്നുമല്ല. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. ഒരു ട്രേഡർ ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ. അദ്ദേഹത്തിൻ്റെ ഒരു ആർട്ടിക്കിളിൻ്റെ പ്രൈസ് അദ്ദേഹം 10% ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദെൻ അലൗ എ ഡിസ്കൗണ്ട് ഓഫ് 10%. 10% ഇൻക്രീസ് ചെയ്തിട്ട് അദ്ദേഹം 10% ഡിസ്കൗണ്ട് കൊടുത്തു അല്ലേ? എന്താല്ലേ അദ്ദേഹം പുതിയൊരു ഐഡിയ പ്രയോഗിച്ച് നോക്കിയതാണ്. 10% ഇൻക്രീസ് ചെയ്തിട്ട് 10% എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്ത് നോക്കി. ആൻഡ് ദെൻ വാട്ട് ഈസ് ദ നെറ്റ് എഫക്റ്റ് ഓഫ് ഫോർ ദ ട്രേഡ്? അദ്ദേഹം ട്രേഡ് ചെയ്ത ഈ ഒരു ട്രേഡറിൻ്റെ പുതിയൊരു എഫക്റ്റ്, അദ്ദേഹം ചെയ്ത ആ ഒരു പ്രവൃത്തിക്ക് അദ്ദേഹത്തിനുണ്ടായ നെറ്റ് എഫക്റ്റ് എന്താണ്, ആ ട്രേഡറിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്നത്. 10% അദ്ദേഹം കൂട്ടി 10% അയാൾ വിറ്റു അല്ലേ? അപ്പോൾ അയാൾക്ക് എന്താ? നോ പ്രോഫിറ്റാണോ ഉള്ളത് അല്ലേ? 10% കൂട്ടി 10% വിട്ടു അല്ലേ? പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. അതോ നോ ലോസ്, ഒരു ലോസും നഷ്ടവും ഒന്നും ഉണ്ടായിട്ടില്ല. 1% പ്രോഫിറ്റ് ഉണ്ടായോ, 1% ലോസ് ഉണ്ടായോ? നോക്കല്ലേ, ഒന്ന് നോക്കി നോക്കാം. ഒറ്റ നോട്ടത്തിൽ നമുക്ക് 10% കാണുമ്പോൾ ഇല്ലയെന്ന് മനസ്സിലാക്കുക. ഒന്നുമില്ല. ഇവിടെ സിമ്പിളായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമുക്ക് അറിയുന്ന നമ്പറിലേക്ക് മാറ്റിയിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് കാണാൻ നോക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് 100 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ എടുക്കുക. 100 ആണ് അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. അപ്പോൾ 100ൻ്റെ 100% എന്ന് പറഞ്ഞാൽ 100 തന്നെയാണ്. അപ്പോൾ എ ട്രേഡർ ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ആൻ ആർട്ടിക്കിൾ ബൈ 10%. അപ്പോൾ 100 ആയിരുന്നു